സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമമാണ് രാജ്യത്തുള്ളത്. എന്നാൽ അത് ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. വിവാഹമോചന കേസുകളിൽ മുതൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വരെ പലരും സ്ത്രീപീഡന പരാതി ആയുധമാക്കും. മലപ്പുറം പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന പരാതിയും കെട്ടിച്ചമച്ചതാണെന്നാണ് വ്യക്തമാകുന്നത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, തിരൂർ DYSP ആയിരുന്ന VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് വലിയാറ്റൂർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. മുട്ടിൽ മരമുറി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബെന്നി അടക്കമുള്ളവരെ കുടുക്കാൻ ആ കേസിലെ പ്രതികളുടെ നേതൃത്വത്തിൽ കെട്ടിച്ചമച്ച പരാതിയാണിതെന്ന് തുടക്കത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ പൊന്നാനി പീഡന കേസ് പൊളിയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. പൊന്നാനിയിലെ വീട്ടമ്മയുടെ പീഡന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. വീട്ടമ്മയുടെ പരാതി വീണ്ടും പരിശോധിച്ച് മജിസ്ട്രേറ്റ് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. പൊന്നാനി മുൻ CI വിനോദ് വലിയാറ്റൂർ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുടെ ഉത്തരവ്. മുമ്പ് ഒരു സ്വത്ത് തർക്കത്തിൽ പരാതി നൽകിയ വീട്ടമ്മയെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. പൊന്നാനി CI വിനോദ് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തെന്നും ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറിയപ്പോൾ ബെന്നിയും പിന്നീട് മലപ്പുറം SP സുജിത് ദാസും ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. കേസിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടമ്മ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും രംഗത്തെത്തി. ഇവരുടെ ആരോപണം ഒരു മാധ്യമം പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ PV അൻവർ MLA ആരോപണത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ഇപ്പൊ ഇന്നലെ പൊന്നാനിയിലെ ഇന്ന് രാവിലെ റിപ്പോർട്ടർ വിട്ട വാർത്ത ഉണ്ടല്ലോ, എന്താ സ്ഥിതി? പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പോയിരുന്നു പൊന്നാനി രാഷ്ട്രീയ കാണാൻ. ഇതിൽ ഒളിവും മറവൊന്നുമില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊതുപ്രവർത്തകരുടെ വീട്ടിലേക്കാ വന്നത്. ഒരു പൊതുപ്രവർത്തകനും 2 പ്രവർത്തകനും അല്ല, വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സ്ത്രീ ഈ മൊഴി മുഴുവൻ ഈ റിപ്പോർട്ടറിന് കൊടുക്കുന്നത്. അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ. CI പീഡിപ്പിച്ച കാര്യം പറയാൻ പോയി DYSP അതിലേറെ വലിയ പീഡകൻ. അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ SP അടുത്ത് അതിലേറെ പീഡകൻ. വസ്തുത അന്വേഷിക്കട്ടെ, സത്യം ഉണ്ടോന്ന്. എന്നാൽ പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് നടപടി തുടങ്ങിയത്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസിൽ ആരോപണ വിധേയനായ DYSP ബെന്നി. ഇതും PV അൻവർ MLAയുടെ വിരോധവുമാണ് പരാതിക്ക് പിന്നിലെന്ന വാദവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പിന്നിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരാണെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. പീഡന ആരോപണം കള്ളമാണെന്ന് സർക്കാരും കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം. അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തന്റേടം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ നടപടികളുമായി മുന്നോട്ടു പോകാം. News 18 കൊച്ചി. സൗഹൃദങ്ങൾ